ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകം ഈസിലേക്ക് സ്വാഗതം. 2027 രാജ്യത്തെ നെറ്റ്വർക്ക് സബ്സ്ക്രിപ്ഷനുകളിൽ 40% 5G ആകുമെന്ന് റിപ്പോർട്ട്. ആഗോളതലത്തിൽ 2027 ആകുമ്പോഴേക്കും 5G എല്ലാ സബ്സ്ക്രിപ്ഷനുകളുടെയും പകുതിയോളം വരുമെന്നും 4.4 ബില്യൺ സബ്സ്ക്രിപ്ഷനുകളിൽ ഒന്നാമതായിരിക്കും ഇതെന്നും എറീസൺ മൊബിലിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും അപ്ഡേറ്റ് ആയതും പരക്കെ ഉപയോഗിക്കുന്നതും 4G കണക്ടിവിറ്റിയാണ്. ഇന്ത്യയിലെ കണക്ടിവിറ്റികളിൽ 68% ഉപഭോക്താക്കളും 4G യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ 2027 ഇത് 55% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണക്കുകൾ അനുസരിച്ച് 2027 700 ദശലക്ഷം സബ്സ്ക്രിപ്ഷനുകളായി കുറയുമെന്നും 5G ലോഞ്ച് ചെയ്യുന്നതിന് ശേഷം വരിക്കാർ കൂട്ടത്തോടെ അങ്ങോട്ട് മാറുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്ത് 5G നെറ്റ്വർക്കുകളുടെ വാണിജ്യ ഔദ്യോഗിക പ്രഖ്യാപനം 2022 രണ്ടാം പകുതിയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട മൊബൈൽ ബ്രോഡ്ബാൻഡ് സംവിധാനമായിരിക്കും ഉപഭോക്താക്കൾക്ക് നൽകുക. 2027 അവസാനത്തോടെ ഇന്ത്യയിലെ മൊബൈൽ സബ്സ്ക്രിപ്ഷനുകളുടെ ഏകദേശം 39% 5G ആയിരിക്കും ഉണ്ടാവുക. 2021 27 ഇടയിൽ ഇന്ത്യയിലെ മൊത്തം മൊബൈൽ ഡാറ്റ ട്രാഫിക് 4 മടങ്ങ് വർദ്ധിക്കുമെന്ന് എറീസൺ, നെറ്റ്വർക്ക് എവല്യൂഷൻ, SEA, ഓഷ്യാനിയ ഇന്ത്യ എന്നിവയുടെ തലവൻ ഡോക്ടർ തിയോ സെങ് പറഞ്ഞു. സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെ എണ്ണവും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തി വരുന്നത്. ശരാശരി കണക്കുകൾ എടുക്കുമ്പോൾ ഒരാളുടെ മൊബൈൽ ഫോൺ ഉപയോഗം 2021 പ്രതിമാസം 20 GB നിന്ന് 2027 പ്രതിമാസം 50 GB വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും തിയോസേങ് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.